കേരള സഹകരണ സംഘം നിയമം 2023 സമഗ്ര ഭേദഗതി അതിൻ്റെ 7ാമത് സുപ്രധാനമായ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ സഹകാരികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഹാർദമായ സ്വാഗതം. 2023 സമഗ്ര നിയമ ഭേദഗതിയുടെ 23 സുപ്രധാന ഭേദഗതികൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അതെല്ലാ മാന്യ സഹകാരികൾക്കും വളരെ പ്രയോജനകരമായി എന്ന് നേരിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൽ അവരുമായിട്ട് ഈ ഘട്ടത്തിൽ എൻ്റെ സന്തോഷം കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ 23 അമെൻമെൻറ്റുകളെ സംബന്ധിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7ാമത് എപ്പിസോഡിൽ 24 മുതലുള്ള അമെൻമെൻറ്റാണ്. 24ാമതായി കൊണ്ടുവന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് സെക്ഷൻ 34A ആയിട്ട് ഒരു ഇൻസെർഷനാണ്, ഒരു കൂട്ടിച്ചേർക്കലാണ്. 34A യഥാർത്ഥത്തിൽ സെക്ഷൻ 34 ശേഷമാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സെക്ഷൻ 34 എന്താണെന്ന് നമുക്ക് സെക്ഷൻ 34 സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്, സംഘത്തിൻ്റെ റെക്കോർഡുകൾ അല്ലെങ്കിൽ രേഖകൾ കൈവശപ്പെടുത്തൽ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സംഘത്തിൻ്റെ റെക്കോർഡുകൾ അല്ലെങ്കിൽ രേഖകൾ എങ്ങനെയാണ് കൈവശപ്പെടുത്തുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് സെക്ഷൻ 34 പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതിനുശേഷം ഒരു ഇൻസെർഷനാണ് വന്നിട്ടുള്ളത് 34A എന്നുള്ള രീതിയിൽ. എന്നാലും 34 മനസ്സിലാക്കിയാൽ 34A മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ട് 34 സെക്ഷൻ്റെ ഒരു സംക്ഷിപ്തം. 34 സെക്യൂറിംഗ് ഓഫ് റെക്കോർഡ്സ് ഓഫ് എ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ അതിൻ്റെ രേഖകൾ കൈവശപ്പെടുത്തൽ എന്നുള്ളതാണ്. അതിൽ 4 ഉപവകുപ്പുകളാണ് പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉള്ളത്. അതിൽ 1ാമത്തെ ഉപവകുപ്പിൽ പറയുന്ന ഒരു സുപ്രധാനമായ കാര്യമുണ്ട്. നമ്മൾ നേരത്തെ സെക്ഷൻ 32 പഠിച്ചു, സെക്ഷൻ 33 പഠിച്ചു. ഒന്നിൽ 32 സൂപ്പർ സെഷനാണ്, കമ്മിറ്റിയെ പിരിച്ചുവിടൽ. അല്ലെങ്കിൽ 33 പഠിച്ചു, ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നിലവിലുള്ള കമ്മിറ്റിക്ക് പകരം ഒരു പുതിയ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തൽ. അല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ 71 ഉണ്ട്, വൈൻഡിംഗ് അപ്പ്. ആ വൈൻഡിംഗ് അപ്പ് പ്രകാരം ഒരു സംഘത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഒരു സംഘത്തിൻ്റെ റെക്കോർഡ്സ്, നിലവിലുള്ള സംഘത്തിൻ്റെ റെക്കോർഡുകൾ, അതിൻ്റെ അസറ്റിനെ സംബന്ധിച്ചുള്ള രേഖകൾ എല്ലാം തന്നെ നിലവിലുള്ള കമ്മിറ്റി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറിക്ക്, പുതുതായി വരുന്ന കമ്മിറ്റിക്ക് അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റിന് അല്ലെങ്കിൽ പുതിയ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക്, പുതിയ സെക്രട്ടറിക്ക്, പ്രസിഡന്റിന്, ഇവർക്ക് നിയമപ്രകാരം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. ഇതാണ് ഒന്നിൽ പറയുന്ന ആ വസ്തുത നിയമം. പക്ഷേ ഈ നിയമം പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ചില തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാകുക. അതെല്ലാം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സാഹചര്യത്തിൽ ആ റെക്കോർഡുകൾ കൈമാറ്റം ചെയ്യുന്നതിൽ ഒരു വിമുഖത അല്ലെങ്കിൽ അവർ അത് ചെയ്യില്ല എന്നുള്ള ഘട്ടം വരും. ഈ ഘട്ടം ഉണ്ടായാൽ പുതിയതായി ചാർജ് എടുക്കപ്പെടേണ്ട ആളിന്, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആരാണോ ചാർജ് എടുക്കേണ്ടത്, അവർക്ക് ആ ജൂറിസ്ഡിക്ഷനിലുള്ള മജിസ്ട്രേറ്റിന് ഇത് സംബന്ധിച്ച ഈ രേഖകൾ കൈവശപ്പെടുത്താൻ സഹായം അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇതാണ് 34 സബ്സെക്ഷൻ 1 പറയുന്ന കാര്യം. ക്ലിയർ ആണല്ലോ? സമഗ്ര ഭേദഗതി പ്രകാരം 34 യാതൊരു മാറ്റവുമില്ല, തൽസ്ഥിതി തുടരും. ഇനി 34 സബ്സെക്ഷൻ 2 പറയുന്നത് ഇതിൻ്റെ തുടർന്ന് പുതിയതായി ചാർജ് എടുക്കപ്പെടേണ്ട ഒരു ഭരണസമിതിയുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അപേക്ഷ ലഭിച്ചാൽ മജിസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താ, അതാണ് സബ്സെക്ഷൻ 2 പറയുക. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ആ സംഘത്തിൻ്റെ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിൽ നിന്നും അല്ലെങ്കിൽ രേഖകൾ സൂക്ഷിക്കുന്നതായി സംശയിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്നും അവ പിടിച്ചെടുത്ത് അവ പുതിയ ഭരണസമിതിക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു. അതാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. അതും കൃത്യമാണ്, അതിലും യാതൊരു മാറ്റവുമില്ല. ഇനി ഈ സബ്സെക്ഷൻ 3 34 സബ്സെക്ഷൻ 3 പറയുന്ന ഒരു കാര്യം സംക്ഷിപ്തമായിട്ട് ഞാൻ പറയാം മനസ്സിലാക്കുന്നതിന്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ രജിസ്ട്രാർക്ക് ഇത്തരം ഭരണമാറ്റം വരുന്ന ഒരു സംഘത്തിൻ്റെ ആഡിറ്റ് സമയത്ത് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ സമയത്ത് അല്ലെങ്കിൽ എൻക്വയറി സമയത്ത് അല്ലെങ്കിൽ സൂപ്പർവിഷൻ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ, പണാപഹരണം അല്ലെങ്കിൽ റെക്കോർഡുകളുടെ ടാമ്പറിങ് അല്ലെങ്കിൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു എന്ന് അല്ലെങ്കിൽ നടത്തി എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ആ സംഘത്തിൻ്റെ രേഖകൾ അല്ലെങ്കിൽ നീക്കിയിരുപ്പ് തുക അല്ലെങ്കിൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ അസറ്റ്സുകൾ പിടിച്ചെടുത്ത് രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് സൂക്ഷിക്കാൻ
അനുമതി നൽകിക്കൊണ്ടുള്ള വകുപ്പാണ് വകുപ്പ് സബ്സെക്ഷൻ 3 34 സബ്സെക്ഷൻ 3 പ്രതിപാദിക്കുന്നത്. ഇത്രയും മാത്രം തൽക്കാലം മനസ്സിലാക്കുക. അതിൽ ഒരു മാറ്റവും തന്നെ ഇപ്പോഴും വരുത്തിയിട്ടില്ല. ഈ സെക്ഷൻ 34 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിൻ്റെ സംക്ഷിപ്തം ഞാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി പിടിച്ചെടുക്കുന്ന രേഖകളുടെ 2 കോപ്പികൾ ഉദ്യോഗസ്ഥർ തയ്യാറാക്കേണ്ടതാണ്. തയ്യാറാക്കിയതിന് ശേഷം ആരിൽ നിന്നാണോ ഇത്തരം രേഖകൾ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് പിടിച്ചെടുക്കുന്നത് ആ ഉദ്യോഗസ്ഥരുടെ കയ്യൊപ്പ് ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ പ്രതികളിൽ വാങ്ങേണ്ടതാണെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ കയ്യൊപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അറ്റസ്റ്റേഷൻ നടത്താൻ വിസമ്മതിക്കുകയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ ഏതെങ്കിലും 2 സാക്ഷികളെ 2 വിറ്റ്നസിനെ അവിടെ ഉൾപ്പെടുത്തി അവരുടെ ഒപ്പ് വാങ്ങിയാലും മതിയാകുന്നതാണ് എന്നാണ് സെക്ഷൻ 4 പറയുന്നത്. ഇതാണ് ഈ സബ്സെക്ഷൻ 1, 2, 3, 4 പറയുന്ന സംഗതികൾ. ഇങ്ങനെ പിടിച്ചെടുത്ത രേഖകളുടെ ഒരു കോപ്പി, ഒരു പകർപ്പ് ബന്ധപ്പെട്ട ആരിൽ നിന്നാണോ പിടിച്ചെടുത്ത് അവർക്ക് കൈമാറ്റം ചെയ്യേണ്ടതാണ് എന്നും ഈ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. ഇതിലും നിലവിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സെക്ഷൻ 34 അതിൽ പറയുന്ന ഉപവകുപ്പുകൾ 4. അതിനുശേഷം ഇതിലൊന്നും യാതൊരു മാറ്റവുമില്ല. ഇതിനുശേഷം ഒരു ഇൻസെർഷൻ, ഒരു കൂട്ടിച്ചേർക്കലാണ് ഈ പുതിയതായി വന്ന അമെൻമെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അത് 34A എന്നുള്ള രീതിയിലാണെന്നല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, കാലോചിതമായ ഒരു കൂട്ടിച്ചേർക്കലാണ്. മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് വേറൊന്നുമല്ല, എല്ലാ സഹകരണ സംഘങ്ങളും അതിൻ്റെ ലാഭനഷ്ട കണക്കുകളും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. അതിനെ ഗ്യാപ്പ് എന്ന് അക്കൗണ്ടൻസിയിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അത് ഇപ്പോൾ പ്രിവൈലിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് അതിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ബുക്കുകൾ ലാഭനഷ്ട കണക്കും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിന് വേണ്ടി എല്ലാ സംഘങ്ങളും കീപ്പ് ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമാണ്, പ്രിപ്പയർ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇൻസെർഷൻ. അത് 34A ഒന്നാമതായി കൊണ്ടുവന്ന ഇൻസെർഷൻ. അത് സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പദാനുപത തർജ്ജിമ തന്നെയാണ്. ഞാനത് ഒന്ന് വായിക്കാം, സുഹൃത്തുക്കൾക്ക് അത് കൃത്യമായി മനസ്സിലാവും. All cooperative societies shall prepare and keep the books of accounts and financial statements in the generally accepted accounting principle. അതാണ് ഞാൻ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിച്ചത്. For preparing profit and loss account and balance sheet which enable double entry bookkeeping system as may be prescribed. സിമ്പിളായിട്ട് മുൻകാലത്ത് ഇതിനെ പറ്റി വിശദമായ ഒരു പ്രതിപാദ്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു ഇൻസെർഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കാലോചിതമായൊരു മാറ്റം തന്നെയാണ്. ഇനി സബ്സെക്ഷൻ ഇതിൽ തന്നെ 34A 1 ഞാൻ ഈ പറഞ്ഞത്. അത് 34A 2 മറ്റൊരു ഇൻസെർഷൻ ഇതിൻ്റെ തുടർച്ചയായി വന്നിട്ടുണ്ട്. അതാണ് കൃത്യമായി കോമൺ സോഫ്റ്റ്വെയർ. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് സഹകരണ മേഖലയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ മേഖലയിൽ കോമൺ സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം സംബന്ധിച്ച് കൃത്യമായ ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. സെക്ഷൻ 34A സബ്സെക്ഷൻ 2 അതിൽ പറയുന്നത് രജിസ്ട്രാർ കൃത്യമായ ഒരു നിർദ്ദേശം, ഗൈഡ് ലൈൻസ് ഇത് സംബന്ധിച്ച് നൽകിയിരിക്കണം എന്നുള്ളതാണ്. ഏത് സംബന്ധിച്ചാണ്? ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഒരു കോമൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ഉപയോഗം, ഇവ സംബന്ധിച്ചുള്ള കൃത്യമായ ഗൈഡ് ലൈൻസ് RCS സഹകരണ സംഘങ്ങൾക്ക്, എല്ലാ സഹകരണ സംഘങ്ങൾക്കും നൽകണം എന്നുള്ള ഒരു ഗൈഡ് ലൈനാണ് സെക്ഷൻ 34A സബ്സെക്ഷൻ 2 ആയി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ടെക്സ്റ്റ് ഇവിടെ കാണാൻ കഴിയും. അത് ഞാനൊന്ന് വായിക്കാം. സിമ്പിളാണ്. Registrar shall issue necessary guidelines for installation, maintenance and use of common software to all cooperative societies as may be prescribed. Simple അല്ലേ? ഈ കോമൺ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് മറ്റൊരു സുപ്രധാനമായ ഒരു നിയമമാണ് സബ്സെക്ഷൻ 3 കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അതായത് ഓഫീസ് ഓഫ് ദ RCS സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിൽ ഒരു ടെക്നിക്കൽ സെൽ സ്ഥാപിക്കണം എന്നുള്ള സുപ്രധാനമായ നിർദ്ദേശമാണ്. ഈ ടെക്നിക്കൽ സെൽ എന്താണ്? ടെക്നിക്കൽ സെൽ വിത്ത് എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്.
കമ്പ്യൂട്ടർ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടെക്നിക്കൽ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടെക്നിക്കൽ സെൽ RCSൻ്റെ ഓഫീസിൽ രൂപീകരിക്കണം ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെൻറ്. സർക്കാരുമായി ആലോചിച്ചായിരിക്കണം ഇത് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എന്നും കൃത്യമായി പറയുന്നുണ്ട്. ഒരു കോമൺ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്പെക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ സുരക്ഷ, അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത, അതിനിവിടെ റിലയബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ പ്രൊട്ടക്ഷൻ, അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെയുള്ള ആധുനിക കാലമാണ്, അതിൻ്റെ ഡേറ്റ പ്രൊട്ടക്ഷൻ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ടെക്നിക്കൽ സെല്ലായിരിക്കണം. അത് സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെ കാര്യത്തിൽ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം ടെക്നിക്കൽ സെൽ രൂപീകരിക്കേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ഈ ഉപവകുപ്പിൽ സബ്സെക്ഷനിൽ പറയുന്നത് ഒരു ടെക്നിക്കൽ സെല്ലിൻ്റെ രൂപീകരണം. അത് RCS ഓഫീസിലായിരിക്കണം, അത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെൻറ് ആയിരിക്കണം. അതിൽ ഈ കോമൺ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്പെക്ഷൻ, സെക്യൂരിറ്റി, റിലയബിലിറ്റി ആൻഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ ഇവയെല്ലാം സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഒരുമിച്ച് ഉള്ള സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് സബ്സെക്ഷൻ 3 വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് വായിച്ചാൽ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലാവും. ഞാനത് വായിക്കാം, ശ്രദ്ധിക്കുക. സബ്സെക്ഷൻ 3. A technical cell with a professional and technical team as prescribed shall be established in the office of the registrar in consultation with the government to inspect the security, reliability, data protection and other aspects connected with the software and hardware. കൃത്യമായി മനസ്സിലായല്ലോ. അതിൽ സംശയിക്കേണ്ട യാതൊന്നും തന്നെയില്ല. സുപ്രധാനമായ കോമൺ സോഫ്റ്റ്വെയറിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി തന്നെയാണ്. ഇനി നമുക്ക് 25ാമത്തെ ഭേദഗതി എന്താണെന്ന് പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. സെക്ഷൻ 36A വകുപ്പ് 36A ആ അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. 36A നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗഹാനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വായ്പക്കാരൻ്റെ സ്ഥാവര ജംഗമ വസ്തുവിന്മേൽ ഗഹാൻ ചാർജ് ചെയ്യുന്നത് സംബന്ധിച്ച് ഉള്ള പ്രതിപാദ്യങ്ങളാണ് ഈ സെക്ഷൻ 36A അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് സംഘങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഗഹാൻ വിഷയം വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ അതിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സെക്ഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതിൽ നമ്മുടെ കാസ്കാഡ് ബാങ്ക് ആക്ട് ഉണ്ട്. നമ്മുടെ ആക്ട് അല്ല, കാസ്കാഡ് ബാങ്ക് ആക്ട് 1984 ആണ്. ആ കാസ്കാഡ് ബാങ്ക് ആക്ട് 1984ൻ്റെ ചില സെക്ഷൻസ് ഇതിന് പ്രാബല്യത്തിൽ ഇതിന് റിലേറ്റഡ് ആയിട്ട് നേരത്തെ തന്നെ നമ്മുടെ ആക്ടിൽ പറയുന്നുണ്ടായിരുന്നു. അത് സെക്ഷൻ 10 മുതൽ 15 വരെ, രണ്ടും ഉൾപ്പെടെ 10 മുതൽ 15 വരെയുള്ള സെക്ഷൻ ഈ ഗഹാൻ ക്രിയേഷനും ബാധകമാണ് എന്നുള്ള തരത്തിൽ നമ്മൾ സെക്ഷൻ 36A ഒരു പ്രതിപാദ്യം ഉണ്ട്. അതിലാണ് ഒരു ഭേദഗതി ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ കാസ്കാഡ് ആക്ട് 1984ൻ്റെ കൂടുതൽ സെക്ഷൻ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, ഇതിനെ ബാധകമാക്കിയിരിക്കുകയാണ്. സെക്ഷൻ 9 മുതൽ 15 വരെ എന്നാക്കി മാറ്റുന്നുണ്ട്. നേരത്തെ 10 മുതൽ 15 വരെയായിരുന്നു. ഇപ്പോൾ 9 മുതൽ 15 വരെയുള്ള കാസ്കാഡ് ആക്ട് 1984ൻ്റെ സെക്ഷൻ ഗഹാൻ ക്രിയേഷനിൽ ബാധകമാണ്. അതുപോലെ തന്നെ 19 മുതൽ 28 വരെയുള്ള സെക്ഷൻസും ഇതിന് ബാധകമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. അപ്പോൾ ഈ അമെൻമെൻറ്റ് സിമ്പിളാണ്. 1984 കാസ്കാഡ് ആക്ടിൻ്റെ സെക്ഷനുകൾ 9 മുതൽ 15 വരെയും 19 മുതൽ 28 വരെയുമുള്ള സെക്ഷൻസ് ഈ ഗഹാൻ ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു അമെൻമെൻ്റാണ് വന്നിരിക്കുന്നത്. ഈ ഗഹാൻ ക്രിയേഷൻ്റെ 1984 കാസ്കാഡ് ആക്ടിൻ്റെ ബന്ധപ്പെട്ട സെക്ഷനുകളെ സംബന്ധിച്ചുള്ള പരാമർശം ഇതിൻ്റെ റൂൾ 51A നമ്മുടെ ഗഹാൻ ക്രിയേഷൻ്റെ പ്രൊസീജിയർ പറയുന്നുണ്ട്. എപ്പോഴും റൂളിൽ പറയുന്ന പ്രൊസീജിയറാണല്ലോ, അതിൻ്റെ നടപടിക്രമമാണല്ലോ. അതിൽ ഒരു പരിധിവരെയൊക്കെ ഈ സെക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ഗഹാൻ ക്രിയേഷൻ്റെ നമ്മുടെ തന്നെ ക്ലാസ്സിൽ ഈ സെക്ഷൻ 1984 ആക്ടിൻ്റെ കാസ്കാഡ് ആക്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഏതായാലും ഈ അമെൻമെൻറ്റ് രീതിയിൽ നമ്മൾ ഇപ്പം മനസ്സിലാക്കേണ്ട സംഗതി ഇതിൽ വന്നിരിക്കുന്ന ഈ കൂടുതൽ സെക്ഷനുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭേദഗതി മാത്രമാണ്. ഇനി നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ആക്ടിൻ്റെ സെക്ഷൻ 36A ഗഹാൻ ക്രിയേഷനുമായി പറയുന്ന സംഗതി ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആക്ടിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഒരു കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, ഇപ്പോഴത്തെ കേരള ബാങ്ക്, അതൊരു പ്രാഥമിക ക്രെഡിറ്റ് സൊസൈറ്റീസ് അതിനോ അല്ലെങ്കിൽ വായ്പാ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റേതെങ്കിലും പ്രാഥമിക സംഘങ്ങൾക്കോ അല്ലെങ്കിൽ പ്രാഥമിക
ഹൗസിംഗ് സഹകരണ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനോ അവരുടെ വായ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു വായ്പക്കാരന് മേൽ ഗഹാൻ സൃഷ്ടിക്കപ്പെടുകയാണ്. ക്രിയേഷൻ ഓഫ് ഗഹാൻ എന്ന് പറയും. അങ്ങനെ ഗഹാൻ സൃഷ്ടിക്കപ്പെട്ടാൽ ഈ സംഘങ്ങൾക്ക്, ഞാൻ ഈ മേലെ പ്രതിപാദിച്ച സംഘങ്ങളുടെ ആ ഗഹാൻ ക്രിയേഷനുമായി ബന്ധപ്പെട്ട് കേരള സഹകരണ കാർഷിക വികസന ബാങ്ക് നിയമം, അതിനെ കാസ്കാഡ് ആക്ട് ഓഫ് 1984 എന്നാണ് നമ്മൾ പറയുക, ആ നിയമത്തിലെ 10 മുതൽ 15 വരെയുള്ള വകുപ്പുകൾ രണ്ടും ചേർത്തിട്ടാണ് ബാധകമായിരിക്കും എന്നാണ് നേരത്തെ ഉള്ള പ്രതിപാദ്യം. അവിടെയാണ് നമ്മളിപ്പോൾ പുതിയ ഒരു ഇൻസെർഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ആ ഇൻസെർഷനിൽ നമുക്കൊരു കാര്യം വ്യക്തമായിട്ടുണ്ട്. കാസ്കാഡ് ആക്ട് 1984 സെക്ഷൻ 10 മുതൽ 15 വരെ ബോത്ത് ഇൻക്ലൂസീവ് എന്നുള്ള സ്ഥലത്ത് 9 മുതൽ 15 വരെ ബോത്ത് ഇൻക്ലൂസീവ് ആൻഡ് 19 to 28 സെക്ഷൻ 19 to 28 ബോത്ത് ഇൻക്ലൂസീവ് എന്നുള്ള ആ വേർഡിങ്സ് ആണ് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാസ്കാഡ് ആക്ട് 1984 ഇത്രയും സെക്ഷൻസ് നമ്മുടെ ഗഹാൻ ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ഇനി നമ്മുടെ സഹകരണ മേഖലയ്ക്ക് ബാധകമാണ് എന്നാണ് ഈ അമെൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതൊരു വളരെ വലിയൊരു ടെക്സ്റ്റാണ്. അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു കൃത്യമായ ഒരു ട്രാൻസ്ലേറ്റഡ് ഫോം തന്നെയാണ്. ഈ അമെൻഡഡ് പോർഷൻ കൂടി ചേർത്ത് വായിക്കുക. അത് പ്രത്യേകമായിട്ട് തന്നെ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കരുതുകയാണ്. ഇനി നമുക്ക് സുപ്രധാനമായ മറ്റൊരു ഭേദഗതിയിലെ വിശദാംശങ്ങൾ പരിശോധിക്കാം. അത് 26ാമതായി കൊണ്ടുവന്നിരിക്കുന്ന 26ാമത്തെ അമെൻമെൻറ്റ് സെക്ഷൻ 56-ലാണ്, 56ാമത്തെ വകുപ്പിലാണ്. അത് സഹകാരികൾക്കും ജീവനക്കാർക്കും ഉൾപ്പെടെ എല്ലാ സഹകാരികൾക്കും ഒരുപോലെ താല്പര്യമുള്ള ഒരു സെക്ഷനാണ് 56, സെക്ഷൻ 56. വേറൊന്നുമല്ല, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ടാണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റാണ് സെക്ഷൻ 56 പറയുന്നത്. അതിൽ ഒരു ഇൻസെർഷനും അതുമായി ബന്ധപ്പെട്ട ഒരു ഡിലീഷനും ആണ് ഈ പുതിയ അമെൻമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് അതിൽ ഞാൻ പറയുന്നതിന് മുമ്പ് ഈ സെക്ഷൻ 56 പറയുന്ന പ്രതിപാദ്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന്, നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്പോസൽ ചെയ്യുന്നത് 2 പ്രധാന തരത്തിലാണ്. അതിൽ സബ്സെക്ഷൻ 1 മേജർ 3 ഐറ്റംസിൽ നെറ്റ് പ്രോഫിറ്റ് വീതം വയ്ക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നു. സബ്സെക്ഷൻ 2 ബാക്കിയുള്ള 6 എണ്ണം അല്ലെങ്കിൽ ടൈപ്പിന് നെറ്റ് പ്രോഫിറ്റ് വീതം വയ്ക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നു. അപ്പോൾ അതിൽ പാർട്ട് 1 മേജർ, പാർട്ട് 2 മൈനർ. ആ മേജർ ഡിസ്പോസലിൽ വരുന്നത് ഡയറക്റ്റ് ഡിസ്പോസലാണ്. ഡയറക്റ്റായിട്ട് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് വീതം വയ്ക്കുന്നതാണ്. ആ രണ്ടാമത്തെ സബ്സെക്ഷൻ 2 വരുന്നത് ഇങ്ങനെ ആദ്യത്തെ സെക്ഷനിൽ വീതം വച്ച് കഴിഞ്ഞ ബാക്കി വരുന്ന തുകയിൽ നിന്നാണ് രണ്ടാമത്തെ സെക്ഷനിലുള്ള എമൗണ്ടുകൾ സെറ്റപ്പാർട്ട് ചെയ്യുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പം മേജറും മൈനറുമായിട്ട് ഞാൻ പറഞ്ഞത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിക്കാം. സബ്സെക്ഷൻ 1 സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ അതിൻ്റെ റിസർവ് ഫണ്ടിലേക്ക് മാറ്റുക. ഓരോ സംഘവും ഓരോ സൊസൈറ്റി അതിൻ്റെ റിസർവ് ഫണ്ടിലേക്ക് 15% കുറയാത്ത നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു നെറ്റ് റിസർവ് ഫണ്ട് എന്നാണ് പറയുക. റിസർവ് ഫണ്ടിൽ 15%, സബ്സെക്ഷൻ 1 എ പ്രധാനം. 2 പറയുന്നത് 5% നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ബി. സിയിലൊരു കാര്യം പറയുന്നത് 10% മെമ്പർ റിലീഫ് ഫണ്ട് 10%. അപ്പോൾ ആദ്യത്തെ 15% റിസർവ് ഫണ്ട്, 5% എഡ്യൂക്കേഷൻ ഫണ്ട്, 10% മെമ്പർ റിലീഫ് ഫണ്ട്. ഇതാണ് ആദ്യത്തെ ഒന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്ന 3 പ്രധാനപ്പെട്ട ഡിസ്പോസൽസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഇനി ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് മാറ്റിവെക്കപ്പെട്ടതിന് ശേഷം ബാലൻസ് അവശേഷിക്കുന്ന തുകയിൽ നിന്നാണ് ബാക്കിയുള്ളവയ്ക്ക് സെറ്റപ്പാർട്ട് ചെയ്യുന്നത്, മാറ്റിവെക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ അടുത്ത ഒരു മൈനർ എന്ന ഒരു വാക്കിൽ ഉദ്ദേശിച്ചത്. അതിൽ നമ്മൾ സബ്സെക്ഷൻ 2 പറയുക. സബ്സെക്ഷൻ 2 ഒന്നാമത് പറയുന്നത് ഡിവിഡൻഡ് തന്നെയാണ്. ജീവനക്കാർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ഭാഗം ഡിവിഡൻഡാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡിവിഡൻഡ് പരമാവധി 20 ഈ 3 കാര്യങ്ങൾക്കും മാറ്റിവെച്ചതിന് ശേഷം അവശേഷിക്കുന്ന തുകയിൽ നിന്ന് 25%, നോട്ട് എക്സീഡിങ് 25% നമുക്ക് ഡിവിഡൻഡായിട്ട് മാറ്റിവെക്കാൻ പറ്റും. അതാണ് സബ്സെക്ഷൻ 2 എയിലായിട്ട് പറയുക. ഇനി ബിയിലായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ബോണസ്.
ബോണസ് കൃത്യമായിട്ടും നമ്മുടെ ബൈലയിൽ പറയുന്ന രീതിയിലാണ് ചെയ്യുക. അത് ബാക്കിയുള്ള എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും. അത് കാലാകാലം നിശ്ചയിക്കപ്പെടും. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി മൂന്നാമത് സബ്സെക്ഷൻ 2 മൂന്നാമത് പറയുന്ന ഒരു സംഗതി 7% എമൗണ്ട് ട്രാൻസ്ഫർ ടു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഏവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ്. 7% അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടായിട്ട് മാറ്റുക. ഇനി ബാക്കി ആ സബ്സെക്ഷൻ സിയുടെ തന്നെ ഒരു സബ്സെക്ഷൻ സി എന്നുള്ള നിലയിൽ നേരത്തെ പറഞ്ഞു വെച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു. ഒരു 5% തുക പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. ഇത് അടുത്ത കാലത്തായിട്ട് വന്ന ഒരു പുതിയ ഒരു സെറ്റപ്പാർട്ടാണ്, അല്ലെങ്കിൽ ഡിസ്പോസലാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. അത് 5% തുക. ഈ ഒരു സംഗതിയാണ് ഇപ്പോൾ വന്ന ഭേദഗതിയുടെ അടിസ്ഥാനം. ഈ രണ്ടാമത്തെ സബ്സെക്ഷനിൽ വന്ന ഈ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിനെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് നമ്മൾ ആദ്യത്തെ പ്രൈം ഡിസ്പോസലിലേക്ക് മാറ്റി. അത് അവസാനം കൊണ്ട് ചേർത്തു. ABC ഉണ്ടായിരുന്നു. ഇനി ഇതിനെ താഴത്തെ കാറ്റഗറിയിൽ നിന്ന് മാറ്റി മുകളിലത്തെ കാറ്റഗറിയിൽ വെച്ചപ്പോൾ അവിടെ ABCD ആയിട്ട് ഒരെണ്ണം കൂടി മാറ്റി. അതിലെ പെർസെൻറ്റേജിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അത് ആദ്യത്തെ ടോട്ടൽ സമ്മിൽ നിന്ന് സെറ്റപ്പാർട്ട് ചെയ്യേണ്ട 4 ഐറ്റങ്ങളിൽ ഒന്നായി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമായിട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മാറി. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് കാറ്റഗറിയിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഇനി അവിടെ ഇല്ല. അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന ഇനി 2 എണ്ണമാണ്. D എന്ന് പറയുന്നത് ഡൊണേഷനാണ്. സംഭാവനകൾ കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് പരമാവധി 10% എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഡൊണേഷൻ നമുക്ക് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 10% എക്സീഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഡിയിൽ പറയുന്നത്. പിന്നെ ബാലൻസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബൈലേക്ക് വിധേയമായിട്ട് നമുക്ക് ഡിസ്പോസൽ കാലാകാലങ്ങൾ നിശ്ചയിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റുമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അമെൻമെൻറ്റ് ഒരേ ഒരു കാര്യത്തിൽ മാത്രം, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് പ്രൈം കാറ്റഗറിയിലേക്ക് മാറ്റപ്പെട്ടു. രണ്ടാമത്തെ സബ്സെക്ഷനിൽ നിന്നും സി ഡിലീറ്റ് ചെയ്ത് അതിനെ ഒന്നാമത്തെ സബ്സെക്ഷൻ്റെ അവസാന ഭാഗത്ത് ഡിയിലേക്ക് കൊണ്ട് ചേർത്തിരിക്കുന്നു. ഇനി അതിൻ്റെ ടെക്സ്റ്റിൻ്റെ വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രിൻസിപ്പൽ ആക്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ സെക്ഷൻ 56ൻ്റെ 2 കാറ്റഗറിയിലും ഉള്ള പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു അമെൻമെൻറ്റ്, ഒരു അഡീഷൻ, ഒരു ഇൻസെർഷൻ, ഒരു ഡിലീഷൻ, അത് രണ്ടും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാറ്റഗറി 1 സബ്സെക്ഷൻ 1 ആൻഡ് സബ്സെക്ഷൻ 2. സബ്സെക്ഷൻ 1 ഇൻസെർഷൻ, സബ്സെക്ഷൻ 2 സി ഡിലീറ്റഡ്. രണ്ടും ഞാനത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 27ാമത്തെ അമെൻമെൻറ്റ് എന്താണെന്ന് 27ാമത് ആയി കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ് 56A വകുപ്പിലാണ്. സെക്ഷൻ 56A. അത് നമുക്ക് ഏവർക്കും അറിയാം എന്നുള്ളതുപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ് ആണ്. അസറ്റ്സ് അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇമൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും. ഏതെങ്കിലും ലോണ് അവെയിൽ ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ഇടപാടുകാരൻ വസ്തു പ്ലെഡ്ജ് ചെയ്തു. അങ്ങനെയാണല്ലോ ലോൺ എടുക്കുക. അങ്ങനെ എടുക്കുന്നത് ലോൺ കുടിശ്ശിക അല്ലെങ്കിൽ തിരിച്ചടവ് മുടക്കം വരിക, നടപടിക്രമങ്ങൾ പാലിക്കുന്നു, അത് നിയമ നടപടിയിലേക്ക് പോകുന്നു, സെയിൽ ഓഫീസർ ഇടപെടുന്നു. സെയിൽ ഓഫീസർ ഇടപെട്ട് ആ വസ്തു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഉടമസ്ഥതയിലേക്ക്, സംഘത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് വന്നു. ഈ വസ്തു ഈ കുടിശ്ശിക തുക ഈടാക്കുന്നതിന് വേണ്ടി 7 വർഷത്തിനുള്ളിൽ സെയിൽ നടത്താനുള്ള അധികാരം സംഘത്തിന് നിക്ഷിപ്തമാക്കിക്കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു സെക്ഷൻ 56A നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇപ്പോൾ വരുത്തിയിട്ടില്ല. അത് അതേപടി തുടരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ് ഒരു പുതിയ പ്രൊവിസോ, ഒരു അഡീഷൻ ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ആ പുതിയ അഡീഷൻ അല്ലെങ്കിൽ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന പ്രൊവിസോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പ്രൊവിസോ വളരെ സിമ്പിളാണ്. ഇങ്ങനെ ലഭ്യമായ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് സംഘത്തിൻ്റെ ഏതെങ്കിലും ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾക്ക് താല്പര്യമുള്ള പക്ഷം അതിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് സെയിൽ നടത്തുക മാത്രമല്ല, സംഘത്തിന് ആ വസ്തു വേറെ രീതിയിൽ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ജനറൽ ബോഡിയിൽ വെച്ച് പാസ്സാക്കണം. അതുപോലെ RCSൻ്റെ പെർമിഷനും വാങ്ങണം, അനുമതിയും വാങ്ങണം എന്നുള്ളതാണ് പുതിയ പ്രൊവിസോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ടെക്സ്റ്റ് കൂട്ടുകാർക്ക് കൂടെ കാണാൻ വേണ്ടി കഴിയും. ഇനി അത് വായിച്ചാൽ കൃത്യമായി മനസ്സിലാവും. 56A കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പ്രൊവിസോ അഡീഷൻ, അതിൻ്റെ ടെക്സ്റ്റ് ഞാനത് വായിക്കാം. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് connected with the objectives of the society, it shall seek the prior approval from the registrar based on the resolution of the general body of the society. വളരെ ക്ലിയർ ആയല്ലോ.
ഇനി ഒരു ചെറിയ മാറ്റമാണ്, ഒരു 28ാമതായി പ്രതിപാദിക്കുന്ന അമെൻമെൻറ്റ് ഒരു വളരെ മൈനർ ഒരു പരിഷ്കരണം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ഒരു വിടുതൽ ഒന്ന് കറക്റ്റ് ചെയ്ത് പോയി. അത് സെക്ഷൻ 57C സെക്ഷൻ 57C നമുക്ക് ഏവർക്കും അറിയും പോലെ തന്നെ കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്നുള്ള പേരിൽ സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയിലെ ഒരു ചെറിയ കറക്ഷനാണ് കൺസോർഷ്യം ലെൻഡിങ് സ്കീം. അതിനകത്ത് നമുക്കറിയാം ഗവൺമെൻറ്റിന് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ഒരു കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്നുള്ള പേരിൽ ഒരു ലെൻഡിങ് സ്കീം നടപ്പിലാക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു സെക്ഷനായിരുന്നു 57C. അതിൽ ലോൺ കൊടുക്കാനുള്ള അധികാരം പറയുന്നുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ലോൺ ഫോർ എന്തിനൊക്കെ വേണ്ടി എന്നുള്ളത് പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ കൺസോർഷ്യത്തിൽ നിന്ന് ലോൺ കൊടുക്കാൻ വേണ്ടി കഴിയും. സൊസൈറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റീസ് പറയുന്നുണ്ട്, ലോക്കൽ അതോറിറ്റീസ് പറയുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി സാമ്യമുള്ള മറ്റ് സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഗ്യാരണ്ടി പറയുന്നുണ്ട്, സബ്ജക്റ്റ് ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ സെറ്റ് സ്കീമും എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പൊതു ആവശ്യങ്ങളെന്ന് പറയുന്നില്ല. ഈ എന്ത് കാര്യത്തിനാണ് ഈ ലോൺ കൊടുക്കുക എന്നുള്ളൊരു പ്രതിപാദ്യം നേരത്തെ ഉള്ള പ്രിൻസിപ്പൽ ആക്റ്റിൽ ഇല്ലായിരുന്നു. അതൊന്നും കൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് പൊതു ആവശ്യത്തിലേക്ക് വേണ്ടി പ്രൊവൈഡിങ് ലോൺ ഫോർ പബ്ലിക് പർപ്പസസ് ആൻഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടു സൊസൈറ്റീസ്, ലോക്കൽ അതോറിറ്റീസ്, ബാക്കിയുള്ള ആ വേർഡിങ്സിലൊന്നും മാറ്റമില്ല. അപ്പോൾ ആകെ ഒരു ഇൻസെർഷൻ അവിടെ വന്നിരിക്കുന്ന പൊതു ആവശ്യത്തിലേക്കുള്ള ലോൺ ആയിരിക്കും കൊടുക്കുക എന്നാണ് കൺസോർഷ്യം ലെൻഡിങ് സ്കീമിൽ. ഇനി അതുകൂടെ ചേർത്ത് അതിൻ്റെ ടെക്സ്റ്റ് കൂട്ടുകാർക്ക് വായിച്ചാൽ കൃത്യമായി മനസ്സിലാവും. നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൂടെ ചേർത്ത് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. The government may, by notification in the Gazette, frame a scheme to be called Consortium Lending Scheme for the purpose of providing loan for. ഇനിയാണ് ആ പറയുന്ന ഒരു ഇൻസെർഷൻ വന്നിരിക്കുന്നത്. അത് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, അതോട് ചേർത്ത് വായിക്കുക. ലോൺ ഫോർ പബ്ലിക് പർപ്പസസ് ആൻഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടു സൊസൈറ്റീസ്, ലോക്കൽ അതോറിറ്റീസ്, ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഓർ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ on government guarantee subject to such terms and conditions as may be specified in the said scheme എന്നാണ് മാറ്റം. ചെറിയൊരു മാറ്റമാണ്, അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നൊരു മാറ്റമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണേണ്ടതില്ല. നമുക്ക് 29ാമതായി കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടത്, ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. സമകാലീന സമയത്ത് വളരെ അധികം മാധ്യമങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു അമെൻമെൻറ്റ് തന്നെയാണ്. അതായത് സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം എന്നുള്ള പുതിയ ഒരു പദ്ധതി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഈ അമെൻമെൻറ്റിലൂടെ, ഈ ഭേദഗതിയിലൂടെ. സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനിൽ അവർ പറയുന്നത്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം അത് 57D സെക്ഷന് ശേഷം 57E എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷൻ ആഡ് ചെയ്തുകൊണ്ടാണ്, ഇൻസെർട്ട് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന വേറൊന്നുമല്ല, സർക്കാരിന് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ചില അൺയൂഷ്വൽ സിറ്റുവേഷനിൽ പല പല സാഹചര്യങ്ങൾ കൊണ്ട് വീക്കായ സംഘങ്ങളുണ്ടാവും, ഡോർമൻ്റ് ആയിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടാവും. അങ്ങനെയുള്ള സംഘങ്ങളുണ്ടെങ്കിൽ അവയെ കൈവിടുന്നതിന് പകരം അവയെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ളൊരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ സഹകരണ റിവൈവൽ, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം അല്ലെങ്കിൽ സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം എന്ന് പേരിൽ അറിയപ്പെടുന്നത്. ഇതിനു വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തയ്യാറാക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിരിക്കും എന്ന സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീം എന്ന പേരിൽ അറിയപ്പെടും എന്നൊക്കെയാണ് ഈ അമെൻമെൻറ്റിൽ പറയുന്നത്. അതിൻ്റെ ഭരണം നടത്തുന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള പ്രതിപാദനങ്ങൾ ഉണ്ടാവും. അപ്പോൾ സഹകരണ പുനരുദ്ധാരണ ഫണ്ട് സ്കീമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു പുതിയ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് കൂട്ടുകാർക്ക് വായിച്ചാൽ കൃത്യമായി മനസ്സിലാകും. ഞാനത് വായിക്കാം, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പുതിയ ഇൻസെർഷനാണ്, പുതിയ സെക്ഷനാണ്, സെക്ഷൻ 57E, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അതിൽ ഒന്നാമത്തെ സബ്സെക്ഷനായിട്ട് പറയുന്നത്, ദ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കോൾഡ് ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം for establishing a fund for the purpose of reviving societies which are weaker or remain in dormant position
due to certain extraordinary situations by providing financial assistance subject to such terms and conditions to be specified in the scheme and shall be administered in such manner as may be prescribed. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ പദാനുപദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ക്ലിയർ ആയല്ലോ. ഈ സഹകരണ പുനരുദ്ധാരണ നിധിയിലേക്ക് ഫണ്ടിലേക്ക് വകം മാറ്റുന്ന തുകയുടെ ഘടന സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് സബ്സെക്ഷൻ 2-ൽ 57 ഈ സബ്സെക്ഷൻ 1 അതെന്താണെന്ന് പറഞ്ഞു. 2-ൽ അതിൻ്റെ ഘടന സംബന്ധിച്ചുള്ള പരാമർശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് വിശദമായി പരിശോധിക്കാം. 4 തരത്തിലാണ് ഈ റിവൈവൽ ഫണ്ട് ധനസമാഹരണം നടത്തേണ്ടതെന്ന് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നൊരു അമെൻമെൻറ്റാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് സബ്സെക്ഷൻ 2A-ൽ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ സെക്ഷൻ 56(1)ൽ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഇപ്പം തന്നെ കണ്ടതല്ലേ ഉള്ളൂ. ആ നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസൽ പറയുന്ന ഒരു സംഗതിയുണ്ട്, റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടിൻ്റെ 50% അധികരിക്കാത്ത തുക ഈ ഫണ്ടിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്പർ 1. നമ്പർ എ. നമ്പർ ബിയിൽ പറയുന്നത് നമ്മൾ നേരത്തെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും ഈ ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസൽ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ നോട്ട് മോർ ദാൻ 50%, അതിൻ്റെ 50% അധികരിക്കാത്ത തുകയും ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ സി, സച്ച് ഫണ്ട് ദാറ്റ് മേ ബി ഗ്രാൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഇതിന് ഈ പർപ്പസിന് വേണ്ടി ഏതെങ്കിലും ഗ്രാൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാഷും റിവൈവലിന് വേണ്ടി ധനസമാഹരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഡി, എനി അതർ ഫണ്ട് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സ്കീം. ഈ സ്കീം പ്രകാരം വേറെ ഏതെങ്കിലും ഫണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും സ്വരൂപിക്കാവുന്നതാണ്. ഇങ്ങനെ 4 തരത്തിലാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിന് വേണ്ടിയിട്ട് ധനസമാഹരണം നടത്തേണ്ടത്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് കൂടെ വായിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാവും. സബ്സെക്ഷൻ 2-ൽ പറയുന്നത് ദെയർ ഷാൽ ബി ഇയർമാർക്ഡ് ടു ദ ഫണ്ട് എ an amount which is not more than 50% of the reserve fund referred to class A of subsection 1 of section 56. നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തേ. ബിയിൽ പറയുന്നത് നോട്ട് മോർ ദാൻ 50% ഓഫ് ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് സെറ്റ് അപ്പാർട്ട് ബൈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫ്രം ദെയർ നെറ്റ് പ്രോഫിറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ആവശ്യമുണ്ടെങ്കിൽ അതും എടുക്കാം. സിയിൽ പറയുന്നത് സച്ച് ഫണ്ട് ദാറ്റ് മേ ബി ഗ്രാൻറ്റഡ് ബൈ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. ആൻഡ് ഡി, എനി അതർ എമൗണ്ട് വിച്ച് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സ്കീം മേ ബി ക്രെഡിറ്റഡ് ടു ദ ഫണ്ട്. ഇങ്ങനെ 4 തരം സോഴ്സസ് ആണ് ഈ റിവൈവൽ ഫണ്ടിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് എന്നാണ് സബ്സെക്ഷൻ 2-ൽ പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ലോൺ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തെറ്റായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ പല സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്നതായിട്ട് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ സംഘങ്ങളുടെ ക്രെഡിബിലിറ്റിയെയും അതിൻ്റെ വിശ്വാസ്യതയും ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയപ്പോൾ അതിന് കൃത്യമായ തട ഇടേണ്ടത് ആവശ്യമാണെന്ന് അധികൃതർക്ക് കൃത്യമായ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് 30ാമത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭേദഗതി അമെൻമെൻറ്റ് ഒരു ഇൻസെർഷനാണ്. അതായത് 30ാമത് കൊണ്ടുവന്നിരിക്കുന്നത് സെക്ഷൻ 59-ലാണ്. സെക്ഷൻ 59 നമുക്ക് ഏവർക്കും അറിയും പോലെ തന്നെ ലോൺ കൊടുക്കുന്നതിലെ ചില നിയന്ത്രണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്, അതാണ് സെക്ഷൻ 59-ൽ പറയുന്നത്. അത് നമുക്ക് ഓടിച്ചു നോക്കിയതിന് ശേഷം ഈ ഇൻസെർഷൻ പുതിയ അമെൻമെൻറ്റ് എന്താണെന്ന് പരിശോധിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആദ്യം ആ സെക്ഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. സെക്ഷനിൽ പറയുന്നത് വളരെ സിമ്പിളാണ്. സെക്ഷൻ 59-ൽ പറയുന്നത് ഒരു സൊസൈറ്റി അതിൻ്റെ അംഗങ്ങൾക്ക് മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. കൃത്യമായി പറയുന്നുണ്ട്, എ സൊസൈറ്റി ഷാൽ നോട്ട് മേക്ക് എ ലോൺ ടു എനി പേഴ്സൺ ഓർ എ സൊസൈറ്റി അതർ ദാൻ എ മെമ്പർ. കൃത്യമാണല്ലോ. അംഗങ്ങളല്ലാത്തവർക്ക് ലോണില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച്, ഇപ്പോഴത്തെ കേരള ബാങ്കിനെ സംബന്ധിച്ച് ബാധകമല്ല എന്ന് ഒരു പ്രൊവിഷൻ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊവിഷൻ പറയുന്നത് മെമ്പർ പോലെ തന്നെ മറ്റൊരു സൊസൈറ്റിക്ക് ലോൺ കൊടുക്കുന്ന പക്ഷം അത് RCSൻ്റെ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിയിരിക്കണം എന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ സബ്സെക്ഷൻ 1-ൽ പറയുന്നുണ്ട്. ഇതാണ് സബ്സെക്ഷൻ 1-ൽ, ഈ സെക്ഷൻ 59 സബ്സെക്ഷൻ 1-ൽ പറയുന്ന കാര്യങ്ങൾ. ഇനി സബ്സെക്ഷൻ 2-ൽ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഒരു ലോൺ ആപ്ലിക്കേഷൻ കിട്ടിയ ഒരു ഡെപ്പോസിറ്ററാണ്. അയാളുടെ ഡെപ്പോസിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിലത്തെ സെക്ഷനിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും അയാൾക്ക് ലോൺ കൊടുക്കാവുന്നതാണ് എന്ന് കൃത്യമായ പരാമർശമാണ് ഈ സെക്ഷൻ 59 സബ്സെക്ഷൻ 2-ൽ പറയുന്നത്. ഇവിടെയാണ് ഒരു ഇൻസെർഷൻ
ഇപ്പോൾ പുതിയ അമെൻമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് പരിശോധിക്കാം. ഈ സബ്സെക്ഷൻ 2-ന് ശേഷം കൊണ്ടുവന്ന ഇൻസെർഷൻ ആയതുകൊണ്ട് ഇതിന് കൊടുത്തിരിക്കുന്ന നമ്പർ 2-ൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി ലോൺ കൊടുക്കുക എന്നുള്ളതാണല്ലോ സംഘത്തിൻ്റെ ക്രെഡിറ്റ് സംഘങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അതിൻ്റെ സുപ്രധാനമായ നടപടി. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ നിയമപ്രകാരം ഒരു സംഗതി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ IMBP എന്ന ആ പേരിലാണ് വിളിക്കുക. ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ IMBP എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഒരു ഇൻഡിവിജ്വൽ മെമ്പറിന് പരമാവധി ലഭിക്കാവുന്ന വായ്പ തുക നേരത്തെ നിശ്ചയിച്ച് ബൈലയിൽ പറഞ്ഞു വയ്ക്കും. എല്ലാ സംഘങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ മെമ്പർക്ക് പരമാവധി കൊടുക്കാവുന്ന ലോൺ തുക എത്ര എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ IMBP. ഈ IMBPയെ എക്സീഡ് ചെയ്ത് ഒരു കാരണവശാലും വായ്പ അനുവദിക്കാൻ പാടുള്ളതല്ല, ലോൺ സാങ്ഷൻ ചെയ്യാൻ പാടുള്ളതല്ല. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ എക്സീഡ് ചെയ്ത് വായ്പ നൽകിയിട്ടുണ്ടെങ്കിൽ ആ സംഘത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ഇനി പറയുന്നതാണ് പ്രധാനം, കമ്മിറ്റി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ സംഘത്തിൻ്റെ കമ്മിറ്റിയും ലയബിൾ ഫോർ പണിഷ്മെൻറ്റ്. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 7A സബ്സെക്ഷൻ 7A ഓഫ് സെക്ഷൻ 94 സെക്ഷൻ 94 നമ്മുടെ ആക്ടിൻ്റെ സെക്ഷൻ 94-ലെ സബ്സെക്ഷൻ 7-ൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഒഫൻസസ് പറയുക, കുറേ കുറ്റങ്ങൾ പറയുക, അതിൻ്റെ പിഴ, അതിൻ്റെ ഫൈനും ഒക്കെ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 94. ആ സെക്ഷൻ 94 ഇവിടെ ആപ്ലിക്കബിൾ ആക്കിയിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു അമെൻമെൻറ്റാണ്. അപ്പോൾ ലോൺ തോന്നും പോലെ ഇനി ഇൻഡിവിജ്വൽസിന് കൊടുക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ മാനദണ്ഡം, ഒരു പിടി വന്ന് കഴിഞ്ഞു. കൃത്യമല്ലേ? വളരെ നല്ലതല്ലേ? നമ്മുടെ പ്രസ്ഥാനത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഭേദഗതി തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ഞാനിവിടെ വായിക്കാം, നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. സബ്സെക്ഷൻ 2A, എ സൊസൈറ്റി ഷാൽ നോട്ട് സാങ്ഷൻ ലോൺസ് ഓർ അഡ്വാൻസസ് എക്സീഡിങ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ, അതിനെയാണ് IMBP എന്ന് പറയുക, ഫിക്സ്ഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ ബൈലാ ഓഫ് ദ സൊസൈറ്റി. For any contravention of this provision, the chief executive and committee of the cooperative society concerned shall be liable for punishment provided in subsection 7A of section 94 of the Act. കൃത്യമായിട്ട് അതിൻ്റെ കണ്ടന്റ് കിട്ടിക്കാണും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സുഹൃത്തുക്കളെ, കേരള സഹകരണ സംഘം നിയമം അമെൻമെൻറ്റ് 2023-ൻ്റെ സുപ്രധാനമായ 7ാമത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇതിൻ്റെ അവശേഷിക്കുന്ന ഭേദഗതികൾ അമെൻമെൻറ്റ്സുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. ഗുഡ് ബൈ.